നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ആക്രമിക്കാൻ തക്കം പാർത്ത് ജമ്മു കാശ്മീരിലെ വനങ്ങളിലും പർവ്വതങ്ങളിലും കഴിഞ്ഞ 7 പാകിസ്ഥാൻ ഭീകര നേതാക്കളെയാണ് 326 ദിവസങ്ങൾക്കുള്ളിൽ അക്കമിട്ട് ഇന്ത്യൻ സൈന്യം വധിച്ചത്. ഇന്ത്യൻ സൈന്യവും പോലീസ് യൂണിറ്റുകളും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും ചേർന്ന് നടത്തിയ ഓപ്പറേഷനും ട്രഷി-1 ഇന്ത്യയുടെ സായുധ സേനയുടെ ധൈര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും തിളക്കമാർന്ന ഉദാഹരണമായി മാറുകയാണ്. അതിർത്തിയിൽ നിന്ന് ഏത് സമയം നുഴഞ്ഞു കയറാൻ സജ്ജമായിരിക്കുന്ന ഭീകരരെ നേരിടുന്നതിൽ ഇന്ത്യൻ സൈന്യം ഐതിഹാസികമായ നേട്ടമാണ് പലപ്പോഴും കൈവരിച്ചിട്ടുള്ളത്. കൊടും കാടുകളിലും പർവ്വത നിരകളിലുമായി കഴിഞ്ഞിരുന്ന ഭീകരരെ തുരത്താൻ വേണ്ടി ഇന്ത്യൻ പോലീസും CRPFും സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ട്രഷി-1 വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് സേനാ വിഭാഗങ്ങൾ. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലെ കൊടുങ്കാടുകളിലും പർവ്വത നിരകളിലുമാണ് 326 ദിവസം നീണ്ടുനിന്ന ഈ ഓപ്പറേഷൻ നടത്തിയത്. പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച 7 ഭീകരരെ സുരക്ഷാ സേന വധിച്ചത്. കൊടുംവനകളും അപകടകരമായ ഭൂപ്രകൃതിയും നിറഞ്ഞ ചാത്രൂ മേഖലയിലായിരുന്നു ഓപ്പറേഷൻ. റോഡുകളോ സമതലങ്ങളോ ഇല്ലാത്ത ഈ മലനിരകളിൽ ഏകദേശം 1 വർഷത്തോളമാണ് സൈന്യം നിലയുറപ്പിച്ചിരുന്നത്. കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അവഗണിച്ച് സൈനികർ അവിടെ തന്നെ തുടരുകയായിരുന്നു. പലപ്പോഴായി ഏറ്റുമുട്ടലുകൾ നടന്നപ്പോഴും ഭീകരർ കാടുകളിലേക്ക് ഓടിമറയുകയായിരുന്നു. ജയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ പ്രധാനിയായിരുന്ന സൈഫുള്ളയെ സൈന്യം വെടിവെച്ച് കൊന്നതാണ് ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കുന്നത്. പാക് പൗരനായ സൈഫുള്ള ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത്. ഇവരിൽ നിന്ന് 2 AK-47 തോക്കുകൾ ഉൾപ്പെടെ വൻ ആയുധ ശേഖരവും പിടിച്ചെടുത്തു. 2016 വധിക്കപ്പെട്ട ബുർഹാൻ വാനിയെ പോലെ കശ്മീരിൽ അക്രമം പടർത്താൻ ശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു സൈഫുള്ള. പ്രാദേശിക ജനവിഭാഗങ്ങളിൽ നിന്നുള്ള പരിപൂർണ പിന്തുണയും കൃത്യവും വ്യക്തവുമായ മിലിറ്ററി ഇന്റലിജൻസ് വിവരങ്ങളും സൈന്യത്തിന് ഈ വിജയത്തിൽ വളരെ സഹായകമായി. ആധുനിക യുദ്ധതന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും സൈന്യം ഫലപ്രദമായി ഉപയോഗിച്ചു. ആളില്ലാ വിമാനങ്ങൾ, സാറ്റലൈറ്റ് ഇമേജറി, FPV ഡ്രോണുകൾ എന്നിവ ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുന്നതിലും നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ വൈറ്റ് നൈറ്റ് കോർപ്സ് ആണ് അപകടകരമായ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജയ്ഷെ മുഹമ്മദ് ഭീകരർ ദീർഘകാലം ഒളിവിൽ കഴിയാൻ കിഷ്ത്വാറിലെ മലനിരകളിൽ ബങ്കറുകൾ നിർമ്മിച്ചിരുന്നതായി സൈന്യത്തിന് വിവരം ലഭിച്ചിരുന്നു. ബങ്കറിൽ മാസങ്ങളോളം കഴിയാനുള്ള സാധനങ്ങളും ശേഖരിച്ചിരുന്നു. സൈന്യം നടത്തിയ ആക്രമണത്തിൽ ബങ്കർ തകർത്തിരുന്നു. 50 പാക്കറ്റ് നൂഡിൽസ്, 1 പെട്ടി തക്കാളിയും ഉരുളൻകിഴങ്ങും, 15 തരം മസാലകൾ, 10 കിലോയുടെ 2 ബാഗ് അരി, പരിപ്പ്, ഗോതമ്പ് പൊടി, 2 LPG സിലിണ്ടറുകൾ, വിറകുകൾ എന്നിവ ബങ്കറിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഈ വർഷം ജമ്മു മേഖലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ നടക്കുന്ന 3ാമത്തെ ഏറ്റുമുട്ടലാണിത്. ജനുവരി 7, 13 തീയതികളിൽ കത്വ ജില്ലയിലെ വനമേഖലയിൽ ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. 2025 ഡിസംബർ 15 ഉധംപൂരിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു. മഴയും മഞ്ഞും വകവയ്ക്കാതെ ഏറെ ഉയരത്തിലുള്ള ശത്രു മേഖലയിൽ നടത്തിയ ഓപ്പറേഷനെ ഇന്ത്യൻ സൈന്യത്തിന്റെ വൈറ്റ് നൈറ്റ് കോർപ്സ് നേതൃത്വം നൽകി. സൈനികരുടെ ധീരതയ്ക്കും ദൃഢനിശ്ചയത്തിനും പുറമെ പോലീസ്, സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, CRPF എന്നിവ തമ്മിലുള്ള മികച്ച ഏകോപനവും ഓപ്പറേഷന്റെ വിജയത്തിന് കാരണമായി. പ്രദേശവാസികളുടെ പിന്തുണയും കൃത്യമായ സൈനിക ഇന്റലിജൻസും സഹായകമായി. സുരക്ഷാ സേന ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ, ഉപഗ്രഹ ചിത്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഹൈടെക് യുദ്ധോപകരണങ്ങളും ഇതിനായി ഉപയോഗിച്ചു. ഭീകര ശൃംഖലയ്ക്ക് ഒരു വലിയ പ്രഹരം ഞങ്ങൾ സേവിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നാണ് ഭീകര ശൃംഖലയുടെ തകർച്ചയ്ക്ക് പിന്നാലെ വൈറ്റ് നൈറ്റ് കോർപ്സ് Xൽ കുറിച്ചത്. ഏതായാലും ഇത്രയും കാലങ്ങളോളം, ഏകദേശം 1 വർഷത്തോളമാണ് നമ്മുടെ സൈന്യം ഭീകരരെ വധിക്കാനായിട്ട് വളരെ മോശമായിട്ടുള്ള കാലാവസ്ഥയിലും അവിടെ നിലയുറപ്പിച്ച് അവരെ ഓരോരുത്തരെയായിട്ട് വകവരുത്തിയിട്ടുള്ളത്. ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. കാരണം ഇന്ത്യക്ക് നേരെ നിരന്തരം ഇത്തരത്തിലുള്ള ഭീകരരുടെ ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഡൽഹിയിലെ റെഡ് ഫോർട്ട്, അതുപോലെ തന്നെ മറ്റുള്ള പ്രധാന പുണ്യക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് ലഷ്കർ-ഇ-ത്വയ്ബ മുന്നറിയിപ്പ് വന്നിരുന്നു. ഇത് വാർത്ത വന്നതിന് പിന്നാലെ തന്നെ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് വൻ സുരക്ഷയാണ് നമ്മുടെ സൈന്യം നടത്തുന്നത്.
ഇതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്കടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാർത്ത പുറത്തു വന്ന് ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിലെ ഭീകരരെ ഇന്ത്യ വകവരുത്തിയിരിക്കുന്നു എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഭീകരവാദികളെ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. പഹൽഗാം ഭീകരാക്രമണ സമയത്ത് അറിയാൻ കൃത്യമായിട്ട് വനമേഖലകളിലൂടെയാണ് ഈ ഭീകരർ നുഴഞ്ഞു കയറിയത്. വനമേഖലകളിലെ ഉൾക്കാടുകളിലേക്ക് പോകുന്തോറും ഭീകരരുടെ താവളമാണ് നമ്മുടെ സൈന്യം ഇപ്പോൾ തകർത്തെറിഞ്ഞിരിക്കുന്നത്.